ആശങ്കയുടെ മഴക്കാർ നീങ്ങുന്നു. ഇന്ത്യയുടെ മുന്നേറ്റം വിപണിയെ ഉയർത്തും. ട്രംപിന്റെ നിലപാടിൽ അല്പം അയവ്. യുഎസ് ഫ്യൂച്ചേഴ്സ് കുതിക്കുന്നു. ആശങ്കയുടെ മഴക്കാർ നീങ്ങുന്നു. ഇന്ത്യയുടെ മുന്നേറ്റം വിപണിയെ ഉയർത്തും. ട്രംപിന്റെ നിലപാടിൽ അല്പം അയവ്. യുഎസ് ഫ്യൂച്ചേഴ്സ് കുതിക്കുന്നു. ഏഷ്യന് വിപണികൾ മുന്നേറ്റത്തില്. ഡോളർ താഴോട്ട്. സ്വർണത്തിനും ക്ഷീണം. നാലാമത്തെ വലിയ സമ്പദ്വ്യവസ്ഥ ആയി ഇന്ത്യ അംഗീകരിക്കപ്പെട്ടതിന്റെ ആവേശവും യൂറോപ്പിനെതിരെ വെള്ളിയാഴ്ച പ്രഖ്യാപിച്ച തീരുവ ജൂലൈ വരെ നീട്ടിവച്ചതിന്റെ ആശ്വാസവും ഇന്നു വിപണിയെ ഉത്സാഹിപ്പിക്കും. ആഗോള വിപണികൾ വെള്ളിയാഴ്ച താഴോട്ടുള്ള സൂചന നൽകി അവസാനിച്ചെങ്കിലും വാരാന്ത്യം പല അപായഘടകങ്ങളെയും ലഘൂകരിച്ചു. ഏഷ്യൻ വിപണികൾക്കു പിന്നാലെ ഇന്ത്യൻ വിപണിയും ഉയരും. വെള്ളിയാഴ്ച ഇന്ത്യയുടെ നാലാം പാദ GDP കണക്ക് വരും. 6.8-നും 7.0-നും ഇടയ്ക്കു ശതമാനം വളർച്ചയാണ് പ്രതീക്ഷ. മൂന്നാം പാദത്തിൽ 6.2% മാത്രമായിരുന്നു വളർച്ച. ഡെറിവേറ്റീവ് വിപണിയിൽ ഗിഫ്റ്റ് നിഫ്റ്റി വെള്ളിയാഴ്ച രാത്രി 24,883-ൽ ക്ലോസ് ചെയ്തു. ഇന്നു രാവിലെ 24,938-ലേക്കു കയറി. ഇന്നു വിപണി നേട്ടത്തിൽ വ്യാപാരം തുടങ്ങുമെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. വിദേശ വിപണി. യൂറോപ്യൻ വിപണികൾ വെള്ളിയാഴ്ചയും വലിയ നഷ്ടത്തിൽ അവസാനിച്ചു. യൂറോപ്യൻ ഉൽപ്പന്നങ്ങൾക്കു ട്രംപ് 50% തീരുവ പ്രഖ്യാപിച്ചതു വാഹന കമ്പനികളെ നഷ്ടത്തിലാക്കി. യൂറോപ്യൻ ബാങ്കുകളും ക്ഷീണത്തിലായി. യൂറോപ്യൻ നിക്ഷേപകർ സർക്കാർ ബോണ്ടുകളിലേക്കും സ്വിസ് ഫ്രാങ്കിലേക്കും സമ്പാദ്യം മാറ്റുകയാണ്. യൂറോപ്പിനു ചുമത്തുന്ന 50% തീരുവയും ആപ്പിൾ ഉൽപ്പന്നങ്ങൾക്കുള്ള 25% തീരുവയും വെള്ളിയാഴ്ച യുഎസ് വിപണിയെ ഉലച്ചു. ഐഫോണിനു പ്രഖ്യാപിച്ച തീരുവ പിന്നീട് എല്ലാ സ്മാർട്ട് ഫോണുകൾക്കും ബാധകമാക്കി. തീരുവയുദ്ധം തുടരുന്നെന്നും ഏതു സമയത്തും എന്തും സംഭവിക്കാം എന്നും ഈ സംഭവങ്ങൾ കാണിക്കുന്നു. യൂറോപ്പിനെതിരായ തീരുവ ജൂലൈ 9 വരെ നീട്ടിവച്ചതായി ഇന്നു രാവിലെ അറിയിച്ചു. ജപ്പാനിലെ നിപ്പോൺ സ്റ്റീലുമായി അമേരിക്കയുടെ യുഎസ് സ്റ്റീലിനെ ഒന്നിപ്പിക്കാൻ പ്രസിഡന്റ് ട്രംപ് തീരുമാനിച്ചു. യുഎസ് സ്റ്റീലിനെ നിപ്പോൺ ഏറ്റെടുക്കുകയല്ല എന്നു ട്രംപ് പറയുന്നു. ആസ്ഥാനം യുഎസിൽ തുടരും. നിപ്പോൾ $1,400 കോടി യുഎസ് സ്റ്റീലിൽ നിക്ഷേപിക്കും. 70,000 ജോലികൾ ഉണ്ടാകും. വെള്ളിയാഴ്ച ഡൗ ജോൺസ് സൂചിക 256.02 പോയിന്റ് 0.61% താഴ്ന്ന് 41,603.07-ൽ ക്ലോസ് ചെയ്തു. S&P 500 സൂചിക 39.19.67% ഇടിഞ്ഞ് 5,802.82-ൽ അവസാനിച്ചു. നാസ്ഡാക്ക് 188.53 പോയിന്റ് 1% നഷ്ടത്തായുടെ 18,737.21-ലെത്തി. യുഎസ് ഫ്യൂച്ചേഴ്സ് ഇന്നു രാവിലെ കുതിച്ചു. ഡൗ 0.76-ഉം S&P 0.89-ഉം നാസ്ഡാക്ക് 1.68% ഉയർന്നു. യൂറോപ്പിനു പ്രഖ്യാപിച്ച തീരുവ ജൂലൈ വരെ നീട്ടിയതാണു ഫ്യൂച്ചേഴ്സിനു നേട്ടമായത്. ഏഷ്യൻ വിപണികൾ ഇന്നു കയറ്റത്തിലായി. ജപ്പാനിൽ നിക്കൈ സൂചിക 0.70% കയറി. കൊറിയൻ സൂചികയും ഉയർന്നു വ്യാപാരം തുടങ്ങി. തിരിച്ചുകയറി ഇന്ത്യ. ഇന്ത്യൻ വിപണി വെള്ളിയാഴ്ച 1% ഉയർന്നു. അതോടെ ആഴ്ചയിലെ നഷ്ടം 0.70% കുറയ്ക്കാൻ കഴിഞ്ഞു. വിദേശ നിക്ഷേപകർ ചെറിയ തോതിലാണെങ്കിലും നിക്ഷേപം തുടർന്നു. മേയ് മാസത്തിൽ വിദേശ നിക്ഷേപം 13,835 കോടി രൂപ വർദ്ധിച്ചു. ഏപ്രിലിൽ 4,223 കോടിയുടെ വർധന ഉണ്ടായിരുന്നു. വെള്ളിയാഴ്ച നിഫ്റ്റി 243.45 പോയിന്റ് 0.99% ഉയർന്ന് 24,853.15-ൽ ക്ലോസ് ചെയ്തു. സെൻസെക്സ് 769.09 പോയിന്റ് 0.75% നേട്ടത്തോടെ 81,721.08-ൽ വ്യാപാരം അവസാനിപ്പിച്ചു. ബാങ്ക് നിഫ്റ്റി 456.95 പോയിന്റ് 0.83% ഉയർന്ന് 55,398.25-ൽ അവസാനിച്ചു. മിഡ് ക്യാബ് 100 സൂചിക 362.90 പോയിന്റ് 0.64% കയറി 56,687.75-ലെത്തി. സ്മോൾ ക്യാബ് 100 സൂചിക 140.25 പോയിന്റ് 0.80% കുതിച്ച് 17,643.35-ൽ ക്ലോസ് ചെയ്തു. വിശാല വിപണിയിലെ കയറ്റ ഇറക്ക അനുപാതം കയറ്റത്തിന് അനുകൂലമായി മാറി. ബിഎസ്ഇയിൽ 2,323 ഓഹരികൾ ഉയർന്നപ്പോൾ 1,639 ഓഹരികൾ ഇടിഞ്ഞു. എൻഎസ്ഇയിൽ ഉയർന്നത് 1,731 എണ്ണം, താഴ്ന്നത് 1,132 ഓഹരികൾ. എൻഎസ്ഇയിൽ 50 ഓഹരികൾ 52 ആഴ്ചയിലെ ഉയർന്ന വിലയിലെത്തിയപ്പോൾ താഴ്ന്ന വിലയിലെത്തിയത് 17 എണ്ണമാണ്. 93 ഓഹരികൾ അപ്പർ സർക്യൂട്ടിൽ എത്തിയപ്പോൾ 48 എണ്ണം ലോവർ സർക്യൂട്ടിലെത്തി. വിദേശ നിക്ഷേപകർ വെള്ളിയാഴ്ച ക്യാഷ് വിപണിയിൽ 1,794.59 കായടി രൂപയുടെ അറ്റ വാങ്ങൽ നടത്തി. സ്വദേശി ഫണ്ടുകൾ 299.78 കോടി രൂപയുടെ ഓഹരികൾ വാങ്ങി. നിഫ്റ്റി 1% ഉയർന്നു ക്ലോസ് ചെയ്തെങ്കിലും വിൽപ്പന സമ്മർദ്ദത്തിൽ നിന്നു വിപണി രക്ഷപ്പെട്ടിട്ടില്ല. ഇന്നു നിഫ്റ്റിക്ക് 24,685-ഉം 24,500-ഉം പിന്തുണയാകും. 24,900-ലും 25,800-ലും തടസ്സമുണ്ടാകാം. സ്വർണം താഴോട്ട്. വാരാന്ത്യത്തിൽ ഗണ്യമായ ഉയർച്ചയോടെ ക്ലായ്സ് ചെയ്ത സ്വർണം ഇന്നു താഴോട്ടു നീങ്ങി. ഏഷ്യൻ വ്യാപാരം തുടങ്ങിയപ്പോൾ തന്നെ സ്വർണം ഔൺസിനു $14 കുറഞ്ഞു. പിന്നീട് കൂടുതൽ താഴ്ന്നു. വെള്ളിയാഴ്ച സ്വർണം $3,358.90 ക്ലോസ് ചെയ്തു.
ഇന്നു രാവിലെ വില ഔൺസിന് $3,331 വരെ താഴ്ന്നിട്ട് 3,340 കയറി. കേരളത്തിൽ വെള്ളിയാഴ്ച പവന് 280 രൂപ കുറഞ്ഞ് വില 71,520 രൂപയിലെത്തി. ശനിയാഴ്ച 400 രൂപ കൂടി 71,920 രൂപയായി. വെള്ളിവില ഔൺസിന് $33.35 വ്യാഴാഴ്ച വ്യാവസായിക ലോഹങ്ങൾ ഭിന്ന ദിശകളിലായി. ചെമ്പ് ടണ്ണിന് 1.07% ഉയർന്ന് $9,594.45 അലൂമിനിയം വില 0.04% നേട്ടത്തോടെ ടണ്ണിന് $2,460.85 ആയി. ടിൻ 0.99 ലെഡ് 1.56% ഉയർന്നു. നിക്കൽ 0.15 സിങ്ക് 0.41% താഴ്ന്നു. രാജ്യാന്തര വിപണിയിൽ റബ്ബർ വില 1.11% താഴ്ന്നു. കിലോഗ്രാമിന് 169.50 സെന്റിലെത്തി. കൊക്കോ 4.52% ഇടിഞ്ഞ് $9,815.45 കാപ്പി 0.34% താഴ്ന്നു. പാമോയിൽ വില 0.16% ഉയർന്നു. ഡോളർ സൂചിക 99 താഴെ. തീരുവയുദ്ധം തുടരുന്ന സാഹചര്യത്തിൽ ഡോളർ സൂചിക വെള്ളിയാഴ്ച 1% താഴ്ന്ന് 99.11 ക്ലോസ് ചെയ്തു. ഇന്നു രാവിലെ സൂചിക താഴ്ന്ന് 98.89 ഒരു യൂറോ 1,403 ഡോളറിലേക്കു കയറി. ഒരു പൗണ്ട് 3,575 ഡോളറിലാണ്. ജാപ്പനീസ് യെൻ ഡോളറിന് 142.55 yen എന്ന നിരക്കിലേക്ക് കയറി. US കടപ്പത്രവില അല്പം കയറി. 10 വർഷ കടപ്പത്രങ്ങളിലെ നിക്ഷേപനേട്ടം 4.509% താഴ്ന്നു. രൂപ വെള്ളിയാഴ്ച 1% കയറി. $79 നഷ്ടപ്പെടുത്തി 85.21 രൂപയിൽ ക്ലോസ് ചെയ്തു. ചൈനയുടെ കറൻസി ഒരു ഡോളറിന് 7.20 യുവാൻ എന്ന നിലയിൽ തുടരുന്നു. ക്രൂഡ് ഓയിൽ ഉയരുന്നു. ക്രൂഡ് ഓയിൽ വെള്ളിയാഴ്ച ഉയർന്നു. ബ്രാൻഡ് ഇനം ബാരലിന് $64.78 അവസാനിച്ചു. ഇന്നു രാവിലെ ബ്രാൻഡ് 64.92 WTI 61.66 മർബൻ ക്രൂഡ് 63.95 ഡോളറിലേക്കു കയറി. ബിറ്റ് കോയിൻ $1.12 ലക്ഷം. ബിറ്റ് കോയിൻ വെള്ളിയാഴ്ച $1,12,000 വരെ എത്തിയിട്ട് വാരാന്ത്യത്തിൽ താഴ്ന്നു. ഇന്നു രാവിലെ $1.09 ലക്ഷം. ഈതർ $2,550 തുടരുന്നു. വിപണി സൂചനകൾ. 2025 മെയ് 23 വെള്ളി. സെൻസെക്സ് 30,81,721.08 പ്ലസ് 0%. നിഫ്റ്റി 50 24,853.15 പ്ലസ് 0%. ബാങ്ക് നിഫ്റ്റി 55,398.25 പ്ലസ് 0%. മിഡ് ക്യാബ് 100 56,687.75 പ്ലസ് 0%. സ്മോൾ ക്യാപ് 100 17,643.35 പ്ലസ് 0%. ഡൗ ജോൺസ് 41,603.07 മുതൽ 0.61% വരെ. S&P 5,802.82 മുതൽ 0.67% വരെ. നാസ്ഡാക്ക് 18,737.21 മുതൽ 1% വരെ. ഡോളർ 85 രൂപ 21 പൈസ 79 പൈസ. സ്വർണം ഔൺസ് $3,358.90 പ്ലസ് $62.60. സ്വർണം പവൻ 71,920 രൂപ പ്ലസ് രൂപ 120. ക്രൂഡ് ബ്രാൻഡ് ഓയിൽ $64.78 പ്ലസ് $0.55.